Okay, so next we are moving to the category is close packing. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൻ്റെ പെക്യുലാരിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും യൂണിറ്റ് സെല്ലിൻ്റെ ടൈപ്സ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ഈച്ച് യൂണിറ്റ് സെൽ അതൊക്കെ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോസ് പാക്കിംഗ് ആണ്. അപ്പോൾ സോളിഡ്സിനകത്തിൽ അടങ്ങിയിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോസ് പാക്കിംഗ്. നമുക്കറിയാം നോർമലി സോളിഡ്സ് ആർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ആണെന്നറിയാം അല്ലേ, പാർട്ടിക്കിൾസിനെ അവയിൽ ക്ലോസ്ലി പാക്ഡ് ആണെന്നൊക്കെ അറിയാം. അപ്പോൾ അതിനകത്തിൽ എങ്ങനെയാണ് ഈ ക്ലോസ് പാക്കിംഗ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി ഈസ് ക്ലോസ് പാക്കിംഗ് ഇൻ വൺ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ വൺ ഡയമെൻഷണൽ എങ്ങനെയാണ് ക്ലോസ് പാക്കിംഗ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. സോ ഞാനിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അത് കൂടാതെ ഞാൻ വരച്ച് കാണിക്കാം. The only way to arrange spheres in a one-dimensional close-packed structures is to arrange the spheres in a single row and touching each other. അപ്പം നമ്മൾ വൺ ഡയമെൻഷനലി ഒരു സ്പിയേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ നമ്മൾ സ്പിയേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ ആകെ ഒരു മാർഗമേ ഉള്ളൂ. ഏതാണ് ആ വഴി എന്ന് പറയുന്നത്? യെസ്, ഒരൊറ്റ ലൈനിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ റോയിൽ സ്പിയേഴ്സിനെ പരസ്പരം ടച്ച് ചെയ്തുകൊണ്ട് അറേഞ്ച് ചെയ്യുക. അങ്ങനെ ഒരു രീതി മാത്രമേ എവിടെ വരുന്നുള്ളൂ? ക്ലോസ് പാക്കിങ്ങിനകത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, എങ്കിൽ കൂടിയും നമുക്ക് അതൊന്ന് വരയ്ക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു സ്പിയർ, അതിനോട് ടച്ച് ചെയ്തുകൊണ്ട് അടുത്ത സ്പിയർ, അതിനോട് ടച്ച് ചെയ്തുകൊണ്ട് അടുത്ത സ്പിയർ, ദെൻ അടുത്തത് വീണ്ടും അങ്ങനെ ഒരു സിംഗിൾ റോയിൽ പരസ്പരം ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്പിയേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഇതിനകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്പിയറിനെയും സറൗണ്ട് ചെയ്തുകൊണ്ട് എത്ര സ്പിയേഴ്സ് ഉണ്ട്? ഇപ്പം നമുക്ക് ഈ ഒരു സ്പിയർ എടുക്കാം, കൺസിഡർ ചെയ്യാം. ഇയാളെ ടച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇയാളുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിലായിരിക്കുന്നത് എത്ര സ്പിയേഴ്സാ? ഇത് ഒരു സ്പിയർ, ഇതൊരു സ്പിയർ ആണല്ലോ. സോ ഇൻ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഈച്ച് സ്പിയർ ഈസ് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ടു അതർ സ്പിയേഴ്സ് അല്ലേ. ഓരോ സ്പിയറും മറ്റ് രണ്ട് സ്പിയറുകളുമായിട്ടാണ് പരസ്പരം കോണ്ടാക്റ്റിലിരിക്കുന്നത്. അപ്പം നമ്മൾ ക്ലോസ് പാക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു സ്പിയർ മറ്റ് എത്ര പാർട്ടിക്കിളുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്, ആ കോണ്ടാക്റ്റിൽ വരുന്ന പാർട്ടിക്കിൾസിന്റെ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കോർഡിനേഷൻ നമ്പർ. എന്താണ്? കോർഡിനേഷൻ നമ്പർ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്താ കോർഡിനേഷൻ നമ്പർ ഏതാണ്? 2 ആയിരിക്കും അല്ലേ. അപ്പോൾ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ ഒരു പാർട്ടിക്കിളുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നത് 2 പേരായതുകൊണ്ട് ഹിയർ ദ കോർഡിനേഷൻ നമ്പർ ഈസ് 2. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ നമ്പർ ഓഫ് നിയറസ്റ്റ് സറൗണ്ടിങ് പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് ഇറ്റ്സ് കോർഡിനേഷൻ നമ്പർ. Therefore in one dimensional close packed arrangement the coordination number is 2. വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെന്റിൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ ഫിഗറിനകത്തിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ? അപ്പോൾ 2 ഡയമെൻഷനലി ക്ലോസ് പാക്കിംഗ് നടത്തിയാൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. 2 dimensional close packed structure can be generated by stacking or placing the rows of close packed spheres. 2 dimensional close packing ഇനകത്തിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ റോ, ഇപ്പം മറ്റ് വൺ ഡയമെൻഷനിൽ ഒരു സിംഗിൾ റോയേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ 2 ഡയമെൻഷൻ വരുമ്പം റോസിന്റെ എണ്ണം കൂടും. അപ്പോൾ ആ റോസുകളെ പരസ്പരം എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്താണ് 2 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ ആദ്യത്തെ വൺ ഡയമെൻഷണൽ ഒരു ലെയർ നിങ്ങൾക്ക് കാണാം, അതിനകത്തിൽ അടുത്ത വീണ്ടും രണ്ടാമത്തെ ലെയർ കാണാം, പിന്നെ ഒന്നാമത്തെ ലെയർ പോലെ തന്നെ വീണ്ടും ഒരു മൂന്നാമത്തേത്, അടുത്തത് വീണ്ടും അതേപോലെ തന്നെ അടുത്ത പാറ്റേണിൽ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വൺ ഡയമെൻഷനലി എങ്ങനെയാണോ ഒരു ലെയറിനെ അറേഞ്ച് ചെയ്തത് അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ഓരോ റോയും വരുന്നതാണ് 2 ഡയമെൻഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്യുന്ന ഒരു ലെയർ,
അത് പരസ്പരം കോണ്ടാക്റ്റിൽ ഇരിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് രണ്ടാമത് അറേഞ്ച് ചെയ്യുന്ന അടുത്ത ലെയർ. അപ്പോൾ ഇതാണ് 2 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിള് ഇവരുടെ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കുകയാണ്. ഒരു പാർട്ടിക്കിള് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നത് എത്ര പേരുമായിട്ടാണ് എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ മിഡിലിൽ ഒരു സ്ഫിയർ നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പൊ അയാൾ കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നത് എത്ര പേരുമായിട്ടാ? ഇവിടെ ഒരു സ്ഫിയറുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് ഒരെണ്ണവുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉണ്ട്, അതേപോലെ താഴോട്ടുണ്ട്. ടോട്ടൽ എത്രയായി? 4 അല്ലെ. അപ്പൊ 4 സ്ഫിയറുമായിട്ട് ഇവർ ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 4 ആയിരിക്കും. സോ ഇൻ ദ കേസ് ഓഫ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്, each sphere is in close contact with 4 other spheres or particles. So the coordination number is 4. ഓക്കെ ആണല്ലോ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ? ദ സെക്കൻഡ് റോ ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഫസ്റ്റ് റോ ഇൻ സച്ച് എ വേ ദാറ്റ് ദി സ്ഫിയേഴ്സ് ഓഫ് സെക്കൻഡ് റോ ആർ എക്സാക്ട്ലി എബവ് ദ ഫസ്റ്റ് റോ. അപ്പം നമ്മൾ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഒന്നാമത്തെ 1 ഡയമെൻഷണൽ പോലെ നമ്മൾ അറേഞ്ച് ചെയ്തു. രണ്ടാമത്തെ ലെയർ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എക്സാക്ട് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ലെയർ ആദ്യത്തെ ലെയറിന്റെ തൊട്ട്, അതായത് കറക്റ്റ് രണ്ടാമത്തെ ലെയറും ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഫസ്റ്റ് റോയുമായിട്ട് കോണ്ടാക്റ്റിൽ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യണം. അതിനകത്തിൽ ദ സ്ഫിയേഴ്സ് ഓഫ് സെക്കൻഡ് റോ ആർ എക്സാക്ട്ലി അബവ് ദി ഫസ്റ്റ് റോ. അപ്പം സെക്കൻഡ് റോയിലെ സ്ഫിയേഴ്സ് എങ്ങനെയാണോ ഫസ്റ്റ് റോയിലെ സ്ഫിയേഴ്സ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം സെക്കൻഡ് റോയിലെ സ്ഫിയേഴ്സും അറേഞ്ച് ചെയ്യേണ്ടത്. അതാണ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്? ദ സ്ഫിയേഴ്സ് ഓഫ് 2 റോസ് ആർ അലൈൻഡ് ഹൊറിസോണ്ടലി ആസ് വെൽ ആസ് വെർട്ടിക്കലി അല്ലേ. അപ്പൊ നിങ്ങൾ ആ ഫിഗർ നോക്കിക്കേ. ഇതിനകത്തിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വെർട്ടിക്കൽ ആയിട്ടും സ്ഫിയേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലെറ്റ് ദ ഫസ്റ്റ് റോ ബി എ ടൈപ്പ്. അതാണ് ആദ്യത്തെ റോയിനെ നമ്മൾ എ ടൈപ്പ് എന്ന് വിളിച്ചു. Okay, are aligned horizontally as well as vertically, and the second row is also of A type. Second rowയും ഫസ്റ്റ് റോയും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, സിമിലർ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റോയിനെ നമ്മൾ എ എന്ന് വിളിച്ചാൽ നമുക്ക് എന്താണ് സെക്കൻഡ് റോയിനെ നമുക്ക് എന്ത് വിളിക്കാം? എ എന്ന് തന്നെ വിളിക്കാം. തേർഡ് റോയും എ ആണ്, ഫോർത്ത് റോയും എ ആണ്. അതുകൊണ്ട് തന്നെ this type of arrangement is known as AA type arrangement. എന്താണ്? AA type arrangement എന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് AA type arrangement എന്ന് പറയുന്നത്? യെസ്, ഫസ്റ്റ് റോയിലെ സ്ഫിയറും സെക്കൻഡ് റോയിലെ സ്ഫിയറും എക്സാക്റ്റ് ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ അറേഞ്ച്മെന്റിൽ ദർ ഇസ് നോ ഡിഫറൻസ് അല്ലേ. സോ എന്താണ്? ലെറ്റ് ദി അറേഞ്ച്മെന്റ് ഓഫ് ദി ഫസ്റ്റ് റോ ഈസ് എ ടൈപ്പ്, സെക്കൻഡ് റോ ഈസ് ഓൾസോ എ ടൈപ്പ്, ദെൻ വി ക്യാൻ കോൾ ദിസ് അറേഞ്ച്മെന്റ് ആസ് AA ടൈപ്പ് അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷണലിനകത്തിൽ വരുന്ന അറേഞ്ച്മെന്റ് ആണ് എന്ത്? AA ടൈപ്പ് അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ AAA ടൈപ്പ് എന്ന് പറയാം. 3 ലെയർ എടുത്തു കഴിഞ്ഞാൽ AAA ടൈപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. Okay, then each sphere is contact with 4 of its surrounding atom. Thus, the 2-dimensional coordination numbers is 4. പറഞ്ഞല്ലോ, ഓരോ സ്ഫിയറും മറ്റ് 4 സ്ഫിയറുകളുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ ഈസ് 4. Okay, then if the centers of these 4 immediate surrounding spheres are joined, a square is formed, due to which this packing is known as square close packing in 2 dimension. അല്ലേ, അതായത് നിങ്ങൾ ആ ഫിഗർ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്തിൽ നമ്മൾ കോർഡിനേഷൻ നമ്പർ കാണിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു സ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന മറ്റ് 4 പേരെ നമ്മൾ കാണിച്ചു. അപ്പോൾ ആ 4 പേരെ നമ്മൾ ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഒരു സ്ക്വയർ ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇതിനകത്തിൽ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ എടുത്തു വെച്ച് നോക്കിയാൽ ഓരോ സ്ക്വയർ നമുക്ക് അതിൽ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിനെ 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ കോർഡിനേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്
each sphere is in close contact with 4 other spheres. Okay, then endana we can join these 4 spheres by using line, then we get a square. Okay, so this type of close packing is known as square close packing. അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 dimensional സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്താണെന്ന് മനസ്സിലായി. ഇനി നോക്കിക്കേ, the second row can be placed above the first row in a staggered manner in such a way that the spheres fit in the depression of the first row. അപ്പോൾ നോക്കിക്കേ, വേറൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇയാൾ 2 dimensionally 2 രീതി പോസിബിൾ ആണ്. 2 dimensional ക്ലോസ് പാക്കിങ്ങിനകത്തിൽ 2 അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. അതിലെ ഫസ്റ്റ് അറേഞ്ച്മെന്റ് നമ്മൾ പഠിച്ചു, ഏതാണ്, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്, എ ടൈപ്പ് അറേഞ്ച്മെന്റ് ആണെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് പറയുന്നത്. മറ്റൊരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് പറയുമ്പം നമ്മൾ ആ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനകത്ത് ചെയ്തത് എന്താ, എങ്ങനെയാണോ ഫസ്റ്റ് ലെയറിലെ സ്പിയറിനെ നമ്മൾ അറേഞ്ച് ചെയ്തത് എക്സാക്റ്റ് അതേപോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് ലെയറിലെ സ്പിയറിനെയും അറേഞ്ച് ചെയ്തത്, അല്ലേ? എന്നാൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ലെയർ ഓഫ് എന്താണ്, സ്പിയേഴ്സിന്റെ ഡിപ്രഷനിൽ ഫസ്റ്റ് ലെയർ ഓഫ് സ്പിയറിനെ നമ്മൾ അറേഞ്ച് ചെയ്യും. എന്താണ്, സെക്കൻഡ് ലെയർ ഓഫ് സ്പിയറിന്റെ ഡിപ്രഷനിൽ നമ്മൾ ഫസ്റ്റിനെ അറേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് സെക്കൻഡ് ലെയറാ, നോക്കിക്കോ, ഇത് സെക്കൻഡ് ലെയർ ഓഫ് സ്പിയർ ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഈ സെക്കൻഡ് ലെയർ ഓഫ് സ്പിയറിന്റെ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സ്പിയർ ചേരുമ്പോൾ ഉള്ള ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ലെയർ ഓഫ് സ്പിയറിന്റെ ഡിപ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഫസ്റ്റ് ലെയർ ഓഫ് സ്പിയർ അറേഞ്ച് ചെയ്യുവാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലെയർ ഓഫ് സ്പിയറിന്റെ ഡിപ്രഷനിൽ നമ്മൾ ഫസ്റ്റ് ലെയർ ഓഫ് സ്പിയറിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഓരോ സ്പിയറും ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നത് എത്ര സ്പിയറുമായിട്ടാണ് എന്നുള്ളത് നോക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു, ഇതേപോലെ താഴോട്ട് വന്നു. അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ മിഡിലിൽ ഒരു സ്പിയർ കൺസിഡർ ചെയ്യാണ്. അപ്പൊ അത് എത്ര മറ്റ് സ്പിയറുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട് എന്ന് നോക്കുക. അപ്പം ഇത് 1 2 3 4 5 and 6. അപ്പോൾ നടുക്ക് ഇരിക്കുന്ന ആ സ്പിയർ മറ്റ് 6 സ്പിയറുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. സോ ദി കോർഡിനേഷൻ നമ്പർ ഇൻ ദിസ് അറേഞ്ച്മെന്റ് ഈസ് 6. സോ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിലെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഇനി നിങ്ങൾ ഈ സ്പിയറുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്ന 6 സ്പിയേഴ്സിനെയും ഒരു ലൈൻ വെച്ച് നമ്മൾ ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ വി ഗെറ്റ് എ ഹെക്സഗണൽ ഷേപ്പ്, അല്ലെ? നമുക്കൊരു ഹെക്സഗണൽ ഷേപ്പ് കിട്ടി. അപ്പോൾ ആദ്യത്തെ അറേഞ്ച്മെന്റിനകത്തിൽ കോർഡിനേഷൻ നമ്പറിൽ വന്ന അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വന്ന സ്പിയേഴ്സിനെ നമ്മൾ ലൈൻസ് വെച്ച് ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടി. അതുകൊണ്ട് നമ്മൾ ആ ക്ലോസ് പാക്കിങ്ങിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിച്ചു. എന്നാൽ ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് അറേഞ്ച്മെന്റ് the sphere is in close contact with 6 another sphere and we use a line to join these spheres, we get a hexagonal shape. So this type of arrangement is known as hexagonal close packing. അപ്പോൾ 2 dimensional രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിംഗ് ആണ് ഇതെന്ന് പറയുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിനകത്തിൽ നമ്മൾ രണ്ടാമത്തെ ലെയർ ഓഫ് സ്പിയറിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ലെയർ ഓഫ് സ്പിയറിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ലെയറിനകത്തിലെ ഡിപ്രഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തേർഡ് ഫോർത്ത് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്തു വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലായ കാര്യം, ഈച്ച് സ്പിയർ ഈസ് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് 6 another sphere. So the coordination number in this second type of arrangement in 2 dimension is 6. So we use lines to join this close contact sphere and we get a hexagonal shape. So this type of arrangement is known as hexagonal close packing in 2 dimension. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ 2 dimensional സ്ക്വയർ ക്ലോസ് പാക്കിംഗ് പറഞ്ഞ സമയത്ത് അവിടെ ഓരോ ലെയറും ഒബ്സർവ് ചെയ്യുമ്പോഴും സിമിലർ ആയിരുന്നു, ഒരു വ്യത്യാസമില്ല. ഫസ്റ്റ് ലെയർ പോലെ തന്നെയാണ് സെക്കൻഡ് ലെയറും വന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension ഫസ്റ്റ് ലെയർ നോക്കുമ്പോൾ ഒരു 1 dimensional അറേഞ്ച്മെന്റ് പോലെ തോന്നി, അല്ലേ? അപ്പോൾ ആ ഫസ്റ്റ് ലെയറിനെ നമ്മൾ എന്ത് വിളിച്ചു, എ ടൈപ്പ് എന്ന് വിളിച്ചു. ഓക്കെ, ദെൻ സെക്കൻഡ് നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഫസ്റ്റിനകത്തിലെ സ്പിയർ സെക്കൻഡിലെ ഡിപ്രഷനിൽ അറേഞ്ച് ചെയ്തതുകൊണ്ട് രണ്ടും ഡിഫറെൻ്റ് ആണ്. രണ്ടാമത്തേത് വേറൊരു ടൈപ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് രണ്ടാമത്തേതിനെ നമ്മൾ ബി എന്ന് വിളിച്ചു.
രണ്ടാമത്തെ ലെയറിനെ നമ്മൾ ബി എന്ന് വിളിച്ചു. ഇനി തേർഡ് മോസ്റ്റ് ലെയറിലേക്ക് നോക്കുക. തേർഡ് മോസ്റ്റ് ലെയറും ഒരു വൺ ഡയമെൻഷൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എക്സാക്ട്ലി ദോസ് ഓഫ് ഫസ്റ്റ് ലെയർ അല്ലേ? ഫസ്റ്റ് ലെയർ പോലെ തന്നെയാണ് തേർഡ് ലെയറും തോന്നുന്നത്. അപ്പൊ ഫസ്റ്റ് ലെയറിന് നമ്മൾ എ ടൈപ്പ് എന്ന് കൊടുത്തു. അപ്പൊ അതേപോലെ തന്നെ ഇരിക്കുന്ന തേർഡിന് നമുക്ക് എന്ത് കൊടുക്കാം? വീണ്ടും എ എന്ന് തന്നെ കൊടുക്കാം. ഇനി അടുത്ത ലെയർ ഫോർത്തിലേക്ക് വരിക. ഫോർത്തും സെക്കൻഡ് ലെയറും തമ്മിലാണ് സിമിലാരിറ്റി ഉള്ളത്. അപ്പൊ സെക്കൻഡ് ലെയറിനെ നമ്മൾ ബി എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് ഫോർത്ത് ലെയറിനെയും എന്ത് വിളിക്കാം? ബി എന്ന് വിളിക്കാം. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റിന്റെ പേര് എങ്ങനെ വരും? എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് എന്നാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ആൻഡ് തേർഡ് മോസ്റ്റ് ലെയർ ആർ ലുക്കിംഗ് സിമിലർ ആൻഡ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ലെയർ ലുക്കിംഗ് സിമിലർ. സോ first layer is taken as A, second layer is taken as B, and again the third is A and fourth is B. So this type of arrangement is known as AB type arrangement. So നമ്മൾ 2-dimensional close packing ആണ് പറയുന്നത്. അപ്പോൾ ഈ 2-dimensional close packingൽ തന്നെ 2 types of arrangement ഉണ്ടെന്ന് പറഞ്ഞു. First one is square close packing, the second one is hexagonal close packing എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തിൽ എഴുതിയിരിക്കുന്ന പോയിന്റ്സ് നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ദ സ്പിയേഴ്സ് ഓഫ് സിമിലർലി പ്ലേസ്ഡ് ഫോർത്ത് റോ വിൽ ബി ഇവിടെ നിന്ന് വായിക്കാം. ലെറ്റ് ദ ഫസ്റ്റ് റോ ബി എ ടൈപ്പ് റോ ആൻഡ് ദ സെക്കൻഡ് റോ ബി ബി ടൈപ്പ് റോ. When the third row is placed adjacent to the second in staggered manner, its spheres are aligned with those of the first. Hence, this layer is also of A type. And the spheres of similarly placed fourth row will be aligned with those of the second row, that is B type. Hence, this arrangement is known as AB type arrangement. So, in the case of square close packing, that is AAA type arrangement, and in the case of hexagonal close packing, that is known as AB type arrangement in 2 dimension. Okay, then this arrangement provides less free space and is more efficient than square close packing. അപ്പോൾ എന്താണ് നമ്മുടെ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണലും 2-dimensional തന്നെ വരുന്നതാണെങ്കിലും ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനേക്കാൾ. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർഡിനേഷൻ സ്പിയർ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഈച്ച് സ്പിയർ ഇൻ ദിസ് അറേഞ്ച്മെന്റ് ഈസ് ക്ലോസ്ലി കോണ്ടാക്ട് വിത്ത് സറൗണ്ടിങ് 6 സ്പിയേഴ്സ്. സോ ഇറ്റ്സ് കോർഡിനേഷൻ നമ്പർ ഈസ് 6. Okay. Then the centers of these 6 spheres are at the corners of a regular hexagon, due to which this packing is also known as 2-dimensional hexagonal close packing. And these are triangular in shape. In one row, the apex of the triangle is pointing upward, and the next layer, the apex of the triangle is pointing downwards. അപ്പോൾ ആ ഫിഗർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? ഇവിടെ ഒരു ഹെക്സഗണൽ ഷേപ്പ് കാണാം. അതിൽ ട്രയാങ്കിൾ പോലെ ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. സോ ദിസ് ഈസ് ദി ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension. So next we are going to discuss close packing in 3 dimension. Now you are familiar with the close packing in 1 dimension and 2 dimension. We know that all the real structures that we see in our surroundings are 3-dimensional structures, and these 3-dimensional structures are obtained by placing the 2-dimensional layers one above the another. Okay, and so we can categorize these 3-dimensional structures mainly into 2 types. Okay, so this is a figure of a 3-dimensional arrangement of spheres. Then 3-dimensional close packing from 2-dimensional hexagonal close packing is the first category. അപ്പോൾ 2-dimensional hexagonal close packing നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് 3Dയിലേക്ക് അല്ലെങ്കിൽ 3-dimensional arrangementലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2-dimensional ലെയേഴ്സിനെ ഒന്നിന് മുകളിൽ ഒന്നായി അറേഞ്ച് ചെയ്താണ് നമുക്ക് 3D പിക്ചേഴ്സ് കിട്ടുന്നത്. ഓക്കെ, അതിലെങ്ങനെയാണ് അറേഞ്ച്മെന്റ് എന്ന് പറയാൻ പോവാണ്. അതിലാദ്യം പ്ലേസിങ് സെക്കൻഡ് ലെയർ ഓവർ ദി ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റിന് മുകളിലായി ആദ്യം നമ്മൾ സെക്കൻഡ് ലെയറിനെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിന് മുകളിൽ സെക്കൻഡ് ലെയറിനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ ഇതിനകത്തിൽ അപ്പം നമ്മുടെ 1-dimensional ഫിഗർ പഠിച്ച സമയത്ത് നമ്മൾ ഇതാണ് 1-dimensional സ്ട്രക്ചർ ആയിട്ട് പഠിച്ചത്. അതാണല്ലോ നമ്മുടെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഒരു 1-dimensional അറേഞ്ച്മെന്റ്, അതായത് ഓരോ സ്ഫിയറും അടുത്ത സ്ഫിയറിനെ ടച്ച് ചെയ്ത് ഒരു ലെയർ പോലെ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ലെയറിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സെക്കൻഡ് ലെയർ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പം നമ്മൾ പഠിച്ചു 2-dimensional ക്ലോസ് പാക്കിങ്ങിൽ നമ്മൾ പഠിച്ചിരുന്നു
ഫസ്റ്റ് ലെയറിന് മുകളിൽ സെക്കൻഡ് ലെയർ അറേഞ്ച് ചെയ്യുമ്പോൾ അവരുടെ ആ സ്പിയേഴ്സ് തമ്മിലുള്ള ഡിപ്രഷനിലാണ് നമ്മൾ ഓരോ സ്പിയറിനെയും ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ലെയർ ഓഫ് സ്പിയറിന്റെ ഡിപ്രഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ലെയർ എന്ത് ചെയ്തത്, അറേഞ്ച് ചെയ്ത് പോയത്. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് നിങ്ങൾക്ക് ഇതിനകത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഈ ലെയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. The first one, consider a 2-dimensional hexagonal close packed layer of type A. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 2-dimensional ലെയർ ഇത് ടൈപ്പ് എ എന്ന് പറയുന്ന ഒരു 2-dimensional ലെയറിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ട് അതേപോലെ ഒരു ലെയർ നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിന് മുകളിൽ പ്ലേസ് ചെയ്യുവാണ്. പക്ഷെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ സ്പിയേഴ്സ് ഓഫ് ദ സെക്കൻഡ് ലെയർ ലൈസ് ഇൻ ദ ഡിപ്രഷൻ ഓഫ് ദ ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയറിന്റെ ഡിപ്രഷനിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സെക്കൻഡ് ലെയറിലെ സ്പിയേഴ്സ് ഇരിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തേത് നോക്കുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ലെയറിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും രണ്ടാമത്തേതിൽ കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ അതാണ്. ഫസ്റ്റ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തു, അതിൻ്റെ ഡിപ്രഷനിൽ നമ്മൾ രണ്ടാമത്തേത് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അലൈൻമെന്റ് ആണ് സെക്കൻഡിൽ വന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിനെ നമ്മൾ എ എന്ന് വിളിച്ചു. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് സെക്കൻഡിൽ കിട്ടിയത്. അതുകൊണ്ട് സെക്കൻഡ് ലെയറിനെ നമ്മൾ എന്ത് വിളിച്ചു, ബി ടൈപ്പ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ബി എന്ന് വിളിച്ചു. ഓക്കെ, ദെൻ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾ ദി ട്രയാങ്കുലർ വോയിഡ്സ് ഓഫ് ദ ഫസ്റ്റ് ലെയർ ആർ നോട്ട് കവേർഡ് ബൈ ദി സ്പിയേഴ്സ് ഓഫ് സെക്കൻഡ് ലെയർ. നോക്കേ, ഇനി നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുമ്പം 1, 2, 3 ഈ ഒരു 3 സ്പിയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഈ 3 സ്പിയർ ജോയിൻ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഡിപ്രഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അല്ലെ? അതേപോലെ തന്നെ അടുത്തത് നോക്കുമ്പം ഈ 3 സ്പിയേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തപ്പം ഇവിടെ നിങ്ങൾക്കൊരു ഡിപ്രഷൻ കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിങ്ങൾക്ക് ഓരോ ഡിപ്രഷൻ ഇവരിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടി എന്നും ഒ എന്നുമാണ് അത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഈ 3 സ്പിയേഴ്സ് വീതം ഉണ്ടാക്കുന്ന ഡിപ്രഷനെയാണ് അവരങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡിപ്രഷനെ നമ്മളൊരു പേര് വിളിക്കും. ഈ ഡിപ്രഷനെ വിളിക്കുന്ന പേരാണ് വോയിഡ്സ്. എന്താണ് വിളിക്കുന്നത്? വോയിഡ്സ്. ഇനി ഈ വോയിഡ്സിനെ തന്നെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, അതിൽ ടി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയും. ടി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി ഒ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നതാണ് ഏത്? ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയും. ഒ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആണ്. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ടെട്രാഹെഡ്രൽ വോയിഡ്സും ഒക്ടാഹെഡ്രൽ വോയിഡ്സും ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്താണ് നമ്മൾ പറഞ്ഞു? 3 സ്പിയേഴ്സ് ചേർന്നപ്പോൾ നമുക്കൊരു ട്രയാങ്കുലർ വോയിഡ് അവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയറിനകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ട്രയാങ്കുലർ വോയിഡ്സിനെ സെക്കൻഡ് ലെയറിലെ സ്പിയേഴ്സ് ആ എല്ലാ വോയിഡ്സിനെയും എന്ത് ചെയ്തിട്ടില്ല? അത് കവർ ചെയ്തിട്ടില്ല. കവർ ചെയ്ത വോയിഡ്സിനെയാണ് നമ്മൾ ടി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. കവർ ചെയ്യാത്ത വോയിഡ്സിനെയാണ് നമ്മൾ ഒ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ വോയിഡ്സും ഒക്ടാഹെഡ്രൽ വോയിഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണത്. ഏരിയ വേറെ. അപ്പൊ സെക്കൻഡ് ലെയർ കവർ ചെയ്തിരിക്കുന്ന ആ ഏരിയ, ഫസ്റ്റ് ലെയറിലെ ആ ട്രയാങ്കുലർ വോയിഡ്സിനെ സെക്കൻഡ് ലെയറിലെ ആരൊക്കെ കവർ ചെയ്തിട്ടുണ്ടോ ആ കവർ ചെയ്തിരിക്കുന്ന ഏരിയ ഉണ്ടാക്കുന്ന വോയിഡ് ആണ് ഏതെന്ന് പറയുന്നത്? ടെട്രാഹെഡ്രൽ വോയിഡ്സ്. അതിനെയാണ് നമ്മൾ ടി കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്, ആണല്ലോ. എന്നാൽ വേറെ കുറച്ച് ഏരിയാസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് ഈ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ലെയർ കവർ ചെയ്യാത്ത കുറച്ച് വോയിഡ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത്തരം വോയിഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വോയിഡ്സ് എന്താണെന്ന് മനസ്സിലായി. എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ടെട്രാഹെഡ്രൽ എന്നും ഒക്ടാഹെഡ്രൽ എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നും മനസ്സിലായി. ഓക്കെ, ഇനിയും ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആണ് ഇപ്പൊ ടി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതും ആ സ്പിയറിനെ കവർ ചെയ്തിരിക്കുന്നതിനെ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ അത് ജോയിൻ ചെയ്യുമ്പോൾ ആ വോയിഡ്സിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള ആ സ്പിയറിന്റെ സെന്ററുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു 4 സ്പിയർ ആണ് അവിടെ കിട്ടുന്നത്. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 1, 2, 3 പിന്നെ ഇതിന്റെ മിഡിലായിട്ട് ഒരു 4ാമത്തെ സ്പിയർ ആണ്. അപ്പൊ ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ, ലൈൻസ് വെച്ച് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോമെട്രി എന്ന് പറയുന്നത്
പറയുന്നത് ടെട്രാഹെഡ്രൽ ആണ്, ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഈ വോയിഡ്സിനെ എന്ത് വിളിക്കുന്നത്? ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താ നമ്മൾ പറഞ്ഞത്? കവർ ചെയ്യാത്ത അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യാത്ത ഡിപ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ വോയിഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തമായിട്ട് ആ വോയിഡ് മാത്രം ഉള്ള ഒരു ഫിഗർ ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിനകത്തിൽ ഞാൻ കാണിച്ചിരുന്നു ഒരു 4 സ്പിയർ 1 2 3 അല്ലെ. ഫസ്റ്റ് ലെയറിലെ സ്പിയർ ആണ് ഇത്. സെക്കൻഡ് ലെയറിൽ അത് കവർ ചെയ്തിരിക്കുന്ന സ്പിയർ ആണ്, കണ്ടോ? ദെൻ അതിന്റെ മിഡിലുള്ള ഒരെണ്ണം കാണാം. അപ്പൊ ഇവർ ഈ 4 സ്പിയറും കൂടി ചേർന്നുണ്ടാക്കിയിരിക്കുന്ന വോയിഡ് ആണ് ഇത്. അപ്പൊ അത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പ് കിട്ടും. ഈ ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ അതിനെ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതേസമയം ഇവിടെ നോക്കൂ, ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ കേസിൽ 6 സ്പിയറിനെ അത് കവർ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നോക്കൂ, ഇവിടെ രണ്ടെണ്ണം ഫസ്റ്റ് ലെയറിലെ സ്പിയറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയാണെങ്കിൽ കവർ ചെയ്യാത്ത സെക്കൻഡ് ലെയറിലെ സ്പിയർ തന്നെ കാണാൻ പറ്റും. അപ്പൊ 1 2 3 4 5 6 അങ്ങനെ 6 സ്പിയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ വോയിഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ O. ഓക്കെ, ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ടെട്രാഹെഡ്രൽ വോയിഡ്സും ഒക്ടാഹെഡ്രൽ വോയിഡ്സും തന്നു കഴിഞ്ഞാൽ അതിനകത്തിലെ സ്പിയേഴ്സിന്റെ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇനി നമ്മൾ ഇതിനകത്തില് പാർട്ടിക്കിൾസിന്റെ എണ്ണം, അതായത് the number of octahedral voids generated in the structure. ഇപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എടുക്കുമ്പം അതിൽ എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആണെന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യും. ആ ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് എത്ര സ്പിയേഴ്സ് അതിനകത്തിലുണ്ട് അല്ലെങ്കിൽ എത്ര ആറ്റംസ് അല്ലെ എത്ര പാർട്ടിക്കിൾസ് അതിലുണ്ട് ആ പാർട്ടിക്കിളിന്റെ നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് ഇവിടെ അതാണ് എഴുതിയേക്കുന്നത്, ലെറ്റ് ദ നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ്. അപ്പൊ ക്ലോസ് പാക്ക് ചെയ്തിരിക്കുന്ന സ്പിയേഴ്സിന്റെ നമ്പറിനെ നമ്മൾ n ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ ഫിഗറിനകത്തിലുള്ള ഒക്ടാഹെഡ്രൽ വോയിഡ്സ് കൗണ്ട് ചെയ്യുമ്പോഴും നമുക്ക് n തന്നെയാണ് കിട്ടുന്നത്. വിച്ച് മീൻസ് ദ നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ്. ഇനി മറിച്ച് ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ കേസിലേക്കാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോസ് പാക്ഡ് സ്പിയേഴ്സിന്റെ നമ്പർ n ആണല്ലോ. പക്ഷേ നമ്മൾ അതിനകത്തിൽ കൗണ്ട് ചെയ്യുന്ന ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ നമ്പർ എന്ന് പറയുമ്പോൾ 2n ആണ്. എന്ന് വെച്ചാൽ എത്ര ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ് ഉണ്ടോ അതിന്റെ ഡബിൾ ആയിരിക്കും ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്സും ടെട്രാഹെഡ്രൽ വോയിഡ്സും നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം. എന്താണ്? ദ നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഫോംഡ്. എന്നാൽ എന്താണ്? ദ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഈസ് ദ ഹാഫ് ഓഫ് ദി നമ്പർ ഓഫ് ദ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഈസ് ദി ഡബിൾ ഓഫ് ദി നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ്. അതാണ് 2n എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തത് പ്ലേസിംഗ് തേർഡ് ലെയർ ഓവർ ദ സെക്കൻഡ് ലെയർ. ഇനി നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് പോവാണ്. സെക്കൻഡ് ലെയറിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? തേർഡ് ലെയറിനെ പ്ലേസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അവിടെ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് കവർ ചെയ്യപ്പെടുന്നത് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആയിരിക്കും. നമുക്ക് നോക്കാം, ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഓഫ് ദ സെക്കൻഡ് ലെയറിലുള്ള ടെട്രാഹെഡ്രൽ വോയിഡ്സിനെ നമുക്ക് കവർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മൂന്നാമതൊരു ലെയറും കൂടെ അവിടെ കൊണ്ടുവരുവാണ്. മനസ്സിലായോ? അപ്പോൾ മൂന്നാമത്തെ ലെയറിന്റെ സ്പിയർ ആണ് എന്ത്? രണ്ടാമത്തെ ലെയറിലെ ടെട്രാഹെഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹിയർ ദി സ്പിയേഴ്സ് ഓഫ് തേർഡ് ലെയർ ഗെറ്റ് എക്സാക്ട്ലി അലൈൻഡ് വിത്ത് ദ സ്പിയേഴ്സ് ഓഫ് ഫസ്റ്റ് ലെയർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെയർ ഉണ്ട്, സെക്കൻഡ് ലെയർ ഉണ്ടായിരുന്നു. ഇനി അതിന്റെ മുകളിലാണ് നമ്മൾ തേർഡ് ലെയറിലെ സ്പിയറിനെ കൊണ്ടുവന്നത്. തേർഡ് ലെയറിലെ സ്പിയറിനെ കൊണ്ടുവന്നപ്പോൾ അത് സെക്കൻഡ് ലെയറിന്റെ ടെട്രാഹെഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ലെയറും തേർഡ് ലെയറും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ രണ്ടും ഒരേപോലത്തെ അറേഞ്ച്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ലെയറും തേർഡ് ലെയറും നോക്കുമ്പോൾ എക്സാക്ട്ലി സെയിം അലൈൻമെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. Therefore it can be observed that the pattern of sphere is repeat in alternate manner. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒരു പാറ്റേൺ, സെക്കൻഡ് ലെയർ വേറൊരു പാറ്റേൺ, തേർഡ് ലെയർ വീണ്ടും ഫസ്റ്റ് പാറ്റേൺ, ഫോർത്ത് അടുത്തത് വീണ്ടും വേറൊരു പാറ്റേൺ, ഫിഫ്ത്ത് ആവുമ്പം എന്താണ്? വീണ്ടും തേർഡുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ലെയറിന്റെ അറേഞ്ച്മെന്റിനെ എ എന്ന് വിളിക്കുന്നു. സെക്കൻഡ് ലെയർ അതിനേക്കാളും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയതുകൊണ്ട് അതിനെ ബി എന്ന് വിളിച്ചു. തേർഡ് ലെയർ വന്നപ്പോൾ ഫസ്റ്റ് ലെയർ പോലെ തന്നെ ആയതുകൊണ്ട് ഫസ്റ്റ് ലെയറിന്റെ അതേ
അറേഞ്ച്മെന്റ് നമ്മൾ തേർഡിലും കൊടുത്തു. ദാറ്റ് ഈസ് അഗെയിൻ എ വന്നു. വീണ്ടും ഫോർത്ത് ആയപ്പം സെക്കൻഡും ഫോർത്തും സിമിലർ ആയതുകൊണ്ട് സെക്കൻഡിന്റെ അതേ ബി നമ്മൾ ഫോർത്തിന് കൊടുത്തു. സോ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഈസ് നോൺ ആസ് എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ്, അതർവൈസ് എ ബി ടൈപ്പ് പാറ്റേൺ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ വരുന്ന ക്ലോസ് പാക്കിങ്ങിനെ നമ്മൾ എന്ത് വിളിച്ചു? ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് വിളിച്ചു. ആൻഡ് വിച്ച് ഈസ് ഷോർട്ട് ഫോം HCP, ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. അപ്പൊ എങ്ങനെയാണ് അത് വന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി മഗ്നീഷ്യം, സിങ്ക് പോലെയുള്ള ധാരാളം മെറ്റൽസിൽ കാണപ്പെടുന്ന ക്ലോസ് പാക്കിംഗ് ഏതാണ്? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ അതിന്റെ ഒരു ഫിഗർ ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഫിഗർ മാത്രം നോക്കുക. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കണ്ടോ, ഇവിടെ ഫസ്റ്റ് ലെയറിനെ നമ്മൾ അറേഞ്ച് ചെയ്തു. അതിന്റെ എന്താണ് പുറത്താണ് നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചത്. രണ്ടും ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് എ എന്നും ബി എന്നും വിളിച്ചു. സെക്കൻഡ് ലെയറിലെ ടെട്രാഹെഡ്രൽ വോയിഡ്സ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ തേർഡ് ലെയറിനെ അറേഞ്ച് ചെയ്തപ്പോൾ എക്സാക്ട്ലി ഫസ്റ്റ് ലെയർ പോലെ തന്നെ ഇരുന്നു. അതുകൊണ്ട് അയാളെ വീണ്ടും എ എന്ന് വിളിച്ചു. വീണ്ടും അതിന്റെ ഫോർത്ത് ഒരു ലെയർ വെച്ചപ്പോൾ സെക്കൻഡ് ലെയർ പോലെ തന്നെ വീണ്ടും വന്നു. അതിനെ വീണ്ടും ബി എന്ന് വിളിച്ചതുകൊണ്ട് ദിസ് ഈസ് നോൺ ആസ് എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് ആൻഡ് ദിസ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് HCP. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പാറ്റേണിൽ അവർ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമ്മള് സെക്കൻഡ് ലെയറിന് മുകളിൽ തേർഡ് ലെയർ വെച്ചപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്ത അറേഞ്ച്മെന്റിലാണ് HCP പറഞ്ഞത്. ഇനി ഒക്ടാഹെഡ്രൽ വോയിഡ്സിനെയാണ് കവർ ചെയ്യുന്നതെങ്കിൽ മറ്റൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ സെക്കൻഡ് ലെയറിന് മുകളിൽ തേർഡ് ലെയറിനെ വെച്ചു. തേർഡ് ലെയറിനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഏത് വോയിഡ് ആണ് കവർ ആവേണ്ടത്? ഒക്ടാഹെഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ തേർഡ് മോസ്റ്റ് ലെയറിനെ വെച്ചത്. അങ്ങനെ വെച്ചപ്പോൾ നമ്മൾ തേർഡ് ലെയറിന്റെ അറേഞ്ച്മെന്റ് നോക്കിയപ്പോൾ ഫസ്റ്റ് ലെയർ പോലെയല്ല, സെക്കൻഡ് ലെയർ പോലെയല്ല, അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു അലൈൻമെന്റ് ആണ് നമുക്ക് തേർഡ് ലെയറിൽ കിട്ടിയത്. അപ്പോൾ വീണ്ടും നമ്മൾ ഫോർത്ത് ഒരു ലെയർ വെച്ചു. ഫോർത്ത് ലെയർ വെച്ചപ്പോൾ അത് എക്സാക്ട്ലി ഫസ്റ്റ് ലെയർ പോലെ തോന്നി. എന്ന് വെച്ചാൽ ആദ്യത്തെ 3 ലെയറിന്റെ അലൈൻമെന്റ് ഡിഫറെന്റ് ആണ്, അടുത്ത 3 ലെയറിന്റെ അലൈൻമെന്റ് വീണ്ടും ആദ്യത്തെ 3 പോലെയായി. അപ്പൊ നമുക്ക് പാറ്റേണിന്റെ പേര് എങ്ങനെ കൊടുക്കാം? ഫസ്റ്റ് അലൈൻമെന്റിനെ എ എന്ന് വിളിച്ചു, സെക്കൻഡ് വീണ്ടും ഡിഫറെന്റ് ആയതുകൊണ്ട് അതിനെ ബി എന്ന് വിളിച്ചു, തേർഡ് പ്ലേസ് ചെയ്തപ്പോൾ അത് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് കവർ ചെയ്ത രീതിയിൽ വെച്ചപ്പോൾ വീണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കിട്ടി, അയാളെ നമ്മൾ സി എന്ന് വിളിച്ചു. അടുത്തത് ഫോർത്ത് നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് പോലെ ഒരു അറേഞ്ച്മെന്റ് കിട്ടി, വീണ്ടും എ ആയി. ഫിഫ്ത്ത് അറേഞ്ച് ചെയ്തപ്പോൾ സെക്കൻഡ് പോലെയായി, ദാറ്റ് ഈസ് വീണ്ടും ബി ആയി. ദെൻ സിക്സ്ത് ആയപ്പോൾ തേർഡ് പോലെയായി, ദാറ്റ് വീണ്ടും സി. അപ്പൊ ആ പാറ്റേണിന്റെ പേരെന്ത് വരും? എ ബി സി ടൈപ്പ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ എ ബി സി പാറ്റേൺ എന്ന് നമുക്കതിനെ വിളിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. When placed in this manner, the spheres of the third layer are not aligned with those of either first or second. This arrangement is called C, and only when fourth layer is placed, its spheres are aligned with those of the first layer. So this pattern of layers is written as ABC. Okay, അങ്ങനെ വരുന്ന ABC പാറ്റേണിൽ വരുന്ന ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഓർ ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ എ ബി ടൈപ്പിൽ വരുന്നത് ഏതാണ്? HCP സ്ട്രക്ചറും എ ബി സി പാറ്റേണിൽ വരുന്നത് ഏതാണ്? ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ CCP ഓർ ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ FCC. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത് ഫസ്റ്റ് ലെയർ ആണ്. ഇത് പ്രത്യേകം മനസ്സിലാകാൻ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ലെയർ ആണ്, ദെൻ തേർഡ് ലെയർ വീണ്ടും ഫസ്റ്റ് പോലെ തന്നെ വന്നു, ഫോർത്ത് ലെയർ. മനസ്സിലായോ? അതാണ് ABC. ഇതേപോലെ തന്നെ മുകളിലോട്ട് ABC എന്ന രീതിയിൽ പോകും. അതിനെ ഒന്നിച്ച് കാണിച്ചിരിക്കുന്നതാണ് ഇത്. ഓക്കെ ആണല്ലോ? യെസ്, അതൊരു ക്യൂബിന്റെ ഷേപ്പ് വന്നില്ലേ? അതാണ് ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് നമ്മൾ അതിനെ വിളിക്കാനുള്ള റീസൺ. മെറ്റൽ സച്ച് ആസ് കോപ്പർ ആൻഡ് സിൽവർ, സിൽവർ പോലെയുള്ള മെറ്റലുകളെല്ലാം CCP സ്ട്രക്ചറിലാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. ഇനി these two type of close packing, HCP ആണെങ്കിലും CCP ആണെങ്കിലും എഫിഷ്യന്റ് ആയിട്ടുള്ള ക്ലോസ് പാക്കിംഗ് ആണ്. ബിക്കോസ് ഒരു ക്രിസ്റ്റലിനകത്തിലെ
ഏകദേശം 74% ഓഫ് സ്പേസും കവർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ക്ലോസ് പാക്കിംഗ് ആണ് HCP ആണെങ്കിലും CCP ആണെങ്കിലും. ഇൻ ഐദർ ഓഫ് ദം ഈച്ച് സ്ഫിയർ ഈസ് ഇൻ കോണ്ടാക്ട്. രണ്ടിലും HCP നോക്കിയാലും CCPയിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്ഫിയർ അതിന് ചുറ്റുമുള്ള മറ്റ് 12 സ്ഫിയറുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഒരു സ്ട്രക്ചറിനകത്തിൽ സ്ഫിയറുകൾ പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്നത് എത്ര സ്ഫിയർ ആണോ അതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? കോർഡിനേഷൻ നമ്പർ എന്ന് വിളിച്ചത് അല്ലേ? യെസ്. അപ്പം ഇവിടെ ഈ രണ്ട് സ്ട്രക്ചർ എടുത്താലും ഇവരിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നത് 12 സ്ഫിയേഴ്സ് ആയതുകൊണ്ട് ഇവരുടെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ 3 ഡയമെൻഷണലിനകത്തിൽ നമ്മൾ HCP സ്ട്രക്ചറും CCP സ്ട്രക്ചറുമാണ് പഠിച്ചത്. അവിടെ നിങ്ങൾ ടെട്രാഹെഡ്രൽ വോയിഡ്സും ഒക്ടാഹെഡ്രൽ വോയിഡ്സും നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കുകയും വേണം. ഓക്കെ, then next one, formula of a compound and number of voids filled. ഇനി നമ്മൾ വോയിഡ്സ് എന്താണെന്ന് പഠിച്ചു. ആ വോയിഡ്സിന്റെ നമ്പർ വെച്ചിട്ട് ഒരു കോമ്പൗണ്ട് തന്നാൽ അതിന്റെ ഫോർമുല എങ്ങനെ എഴുതാം അതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇത് നിങ്ങൾ നേരത്തെ കണ്ട ഫിഗർ ആണ് ക്രിസ്റ്റൽ ലാറ്റിസിന്റെ. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഒരു ലാറ്റിസ് നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അതിനകത്തിൽ എത്ര ക്ലോസ് പാക്ഡ് സ്ഫിയേഴ്സ് ഉണ്ട് ആ നമ്പറിനോട് ഈക്വൽ ആണ് അവിടെ ഉണ്ടാകുന്ന ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ നമ്പർ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ദ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് പ്രസന്റ് ഇൻ എ ലാറ്റിസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, ദെൻ അതേസമയം ടെട്രാഹെഡ്രൽ വോയിഡ്സിൽ എങ്ങനെയാണ്? എത്ര ക്ലോസ് പാക്ഡ് പാർട്ടിക്കിൾസ് ആണോ ഉള്ളത് അതിന്റെ ഡബിൾ നമ്പർ ഓഫ് voids ആയിരിക്കും ഏത്? ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ കേസിൽ. The number of tetrahedral voids produced is twice this number. Okay, in ionic solidsന്റെ കേസിൽ ബിഗർ അയോൺസ് ആയിട്ട് വരുന്നത് എപ്പോഴും ആനയോൺസ് ആയിരിക്കും. അതുകൊണ്ട് ആ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് എപ്പോഴും ആനയോൺസ് ആയിരിക്കും. അവിടെ വോയിഡ്സിൽ ഒക്കുപ്പൈ ചെയ്യുന്നത് സ്മോളർ അയോൺസ് ആണ്. അതെപ്പോഴും ആരായിരിക്കും? കാറ്റയോൺസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി if the latter ion is small then tetrahedral voids are occupied. If bigger ion then octahedral voids are occupied. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ലാറ്റിസ് എന്ന് പറയുന്നത് സ്മോൾ ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആണെന്ന് പറയാം. എന്നാൽ നമുക്ക് കിട്ടുന്നത് ലാറ്റർ ഫിഗർ ബിഗർ ആണെങ്കിൽ അവിടെയുള്ള വോയിഡ്സ് ഏതാണെന്ന് പറയാം? ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇൻ എ കോമ്പൗണ്ട് ദ ഫ്രാക്ഷൻ ഓഫ് octahedral or tetrahedral voids that are occupied depends upon the chemical formula of the compound. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിൾ ആയിട്ട് തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ അതിനകത്തിൽ ഇത്ര ഫ്രാക്ഷൻ ഓഫ് വോയിഡ്സ് ഒക്ടാഹെഡ്രൽ ആണ് അല്ലെങ്കിൽ ഇത്ര ഫ്രാക്ഷൻ ടെട്രാഹെഡ്രൽ ആണെന്ന് ചിലപ്പോൾ സൂചിപ്പിക്കും. എങ്ങനെയാണ് ഇത്ര ഫ്രാക്ഷനിൽ ഇന്ന വോയിഡ് ആണെന്ന് സൂചിപ്പിക്കുന്നത്? അതൊരു കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആ കോമ്പൗണ്ടിന്റെ ഫോർമുലയിൽ ഇത്ര ഭാഗത്തിരിക്കുന്നത് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആണ് അല്ലെങ്കിൽ ഇത്ര ഭാഗത്ത് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആണ് എന്ന് പറയുന്നത് ആ കോമ്പൗണ്ടിന്റെ ഫോർമുലയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി എന്താ? അപ്പൊ ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സിൽ നോക്കിയാൽ നമുക്ക് ടെട്രാഹെഡ്രൽ വോയിഡ്സും കാണാം, അതേപോലെ തന്നെ എന്താണ്? ഒക്ടാഹെഡ്രൽ വോയിഡ്സും കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇത് ഞാൻ ഒരിക്കൽ കൂടി പറയാം, അതിനുശേഷം നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞത് 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്. 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ഒക്കെ നമുക്ക് മനസ്സിലായി. നമ്മൾ 3 ഡയമെൻഷണൽ പറഞ്ഞത് 2 ഡയമെൻഷണൽ സ്ട്രക്ചറിനെ ഒന്നിന് മുകളിൽ ഒന്നായി അറേഞ്ച് ചെയ്താണ് നമ്മൾ 3 ഡയമെൻഷണൽ പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾ വോയിഡ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം ഇവിടെ 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ഫസ്റ്റ് ലെയറിന്റെ മുകളിൽ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തപ്പോൾ സെക്കൻഡ് ലെയറിലെ സ്പിയേഴ്സ് കവർ ചെയ്തിരിക്കുന്ന ഡിപ്രഷൻസിനെ എല്ലാം നമ്മൾ എന്ത് വിളിച്ചു? ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് വിളിച്ചു. ആ ഏരിയയിലുള്ള ഡിപ്രഷൻസ് എല്ലാം ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആണ്. കാരണം അവിടെയുള്ള സ്പിയർ, ആ 4 സ്പിയറുകൾ ചേർന്ന് ഒരു ടെട്രാഹെഡ്രനെ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. അതേസമയം അവർ കവർ ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട്, അവിടെ നമുക്ക് 6 സ്പിയേഴ്സിനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു ഒക്ടാഹെഡ്രൻ ഷേപ്പ് അക്യൂർ ചെയ്യുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള ആ പോർഷൻസിലെ വോയിഡ്സിനെ നമ്മൾ എന്ത് വിളിച്ചത്? ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ദെൻ
പിന്നെ നമ്മൾ ആ വോയിഡ്സിന്റെ ഫിഗർ കാണിച്ചു. പിന്നെ നമ്മൾ പാർട്ടിക്കിൾസിന്റെ നമ്പറും വോയിഡ്സിന്റെ നമ്പറും തമ്മിലുള്ള റിലേഷൻ ആണ് പറഞ്ഞത് അല്ലെ. എത്ര ക്ലോസ് പാക്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആ ലാറ്റിസിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതേസമയം എത്ര ക്ലോസ് പാക്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടോ അതിന്റെ ഡബിൾ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം ടെട്രാഹെഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു തേർഡ് മോസ്റ്റ് ലെയർ വെച്ചപ്പോൾ നമുക്ക് എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് കിട്ടി. അതിനെയാണ് നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ HCP എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു തേർഡ് മോസ്റ്റ് ലെയർ പ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് എ ബി സി ടൈപ്പ് ഒരു പാറ്റേൺ കിട്ടി. അങ്ങനെ കിട്ടിയ പാറ്റേണിനെ നമ്മൾ ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ എന്ന് വിളിച്ചു. CCP അല്ലെങ്കിൽ FCC എന്ന് നമ്മൾ വിളിച്ചു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് രണ്ട് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് വോയിഡ്സിന്റെ നമ്പർ വെച്ചിട്ട് ഒരു കോമ്പൗണ്ട് ഫോർമുല എഴുതുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ how to write the formula of a compound by using the number of voids എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. A compound is formed by two elements X and Y. Atoms of the element Y as anions make CCP and those of the element X as cation occupy all the octahedral voids. And what is the formula of the compound? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ് എന്നും വൈ എന്നും പറയുന്ന രണ്ട് എലമെന്റ്സ് ചേർന്ന് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ അവിടുത്തെ കണ്ടീഷൻസ് എന്താണ്? ആറ്റംസ് ഓഫ് ദി എലമെന്റ് വൈ എന്ന എലമെന്റിലെ ആറ്റംസ് ആണ് അവിടെ ആനയോൺസ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഏത് സ്ട്രക്ചറാണ് ഫോം ചെയ്തിരിക്കുന്നത്? CCP സ്ട്രക്ചർ ആണ് ഫോം ചെയ്തത്. എ ബി സി ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക. ആൻഡ് ദോസ് ഓഫ് ദി എലമെന്റ് എക്സ് അവരാണ് കാറ്റയോൺസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ കാറ്റയോൺസ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു ബിഗർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആനയോൺസ് ആയിരിക്കും സ്ട്രക്ചർ ഫോം ചെയ്യുന്നതും വോയിഡ്സ് ആയിട്ടിരിക്കുന്നത് കാറ്റയോൺസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതാനാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ CCP സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത് ആരാണ്? വൈ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയത് എന്താണ്? The element which formed CCP structure is equal to Y. ഓക്കെ, ഇനി എത്ര വോയിഡ്സ്? നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് എത്ര ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ് അല്ലെ എത്ര ക്ലോസ് പാക്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടോ അതിന്റെ നമ്പറിനോട് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തത് നമ്മൾ എഴുതി നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് വൈ. കാരണം വൈ ആണ് സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ വൈക്കകത്തിലെ പാർട്ടിക്കിൾസിന്റെ എത്ര നമ്പർ ഉണ്ടോ അത്രയും നമ്പറിനോട് ഈക്വൽ ആയിരിക്കും അവിടെയുള്ള ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒക്ടാഹെഡ്രൽ വോയിഡ്സിൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ആരാണ്? എക്സ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ എല്ലാ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട്, അതിനകത്തിലെല്ലാം ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് എക്സിന്റെ ആറ്റംസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്തിലെ എക്സിന്റെ നമ്പർ ഓഫ് ആറ്റംസും വൈയുടെ നമ്പർ ഓഫ് ആറ്റംസും ഈക്വൽ ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് റേഷ്യോ എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ റേഷ്യോ എഴുതുന്നത് എങ്ങനെയാ? 1:1 ഈക്വൽ അല്ലേ രണ്ട് കേസിലും? യെസ്. അപ്പം എക്സിനും 1 ആണ് വൈക്കും 1 ആണ്. അപ്പോൾ എന്താണ്? എക്സും 1 ആണ് വൈയും 1 ആണ്. വൈ അണ്ടർസ്റ്റുഡ് ആണ്, നമ്മൾ അങ്ങനെ എഴുതാറില്ല. സോ ദി ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഈസ് XY. അപ്പോൾ കോമ്പൗണ്ടിന്റെ ഫോർമുല കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ CCP സ്ട്രക്ചർ ഫോം ചെയ്തത് വൈ ആണെന്ന് പറഞ്ഞു, വൈയിലെ ആറ്റംസ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്, അപ്പോൾ വൈയിലെ ആറ്റംസ് എത്രയുണ്ടോ അത്രയും നമ്പറിനോട് ഈക്വൽ ആയിരിക്കും അവിടെയുള്ള ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ എണ്ണം. അത് നമുക്ക് അറിയാവുന്ന കണ്ടീഷനാണ്. ആ ഒക്ടാഹെഡ്രൽ വോയിഡ്സിൽ ഒക്കുപ്പൈ ചെയ്യുന്നത് എക്സ് ആറ്റംസ് ആണെന്ന്, എക്സിലെ ആറ്റംസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് വൈയും നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് എക്സും ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പം നമ്മുടെ റേഷ്യോ എത്രയാണെന്ന് പറയാത്തത് കൊണ്ട് ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ 1:1 എന്ന് എടുത്തു. അങ്ങനെ വരുമ്പോൾ എക്സും 1 ആണ് വൈയും 1 ആണ്. സോ ദി ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഈസ് XY. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യും? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും ഫോർമുല കണ്ടുപിടിക്കാൻ. മറ്റൊരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് എന്താണ്? ആറ്റംസ് ഓഫ് എലമെന്റ് ബി ഫോം HCP ലാറ്റിസ് അല്ലെ. HCP ലാറ്റിസ് എന്ന് പറയുമ്പോൾ എ ബി ടൈപ്പ് പാറ്റേൺ ആണെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. ആൻഡ് ദോസ് ഓഫ് ദി എലമെന്റ് എ ഒക്കുപ്പൈ 2/3 ഓഫ് ദി ടെട്രാഹെഡ്രൽ വോയിഡ്സ്.
What is the formula of the compound formed by elements A and B? അപ്പോൾ നമ്മുടെ ചോദ്യം എലമെന്റ് ബിയിലെ ആറ്റംസ് HCP ലാറ്റിസ് ആണ് ഫോം ചെയ്തിരിക്കുന്നതെന്നും ആൻഡ് ദോസ് ഓഫ് ദി എലമെന്റ് എ ഒക്കുപ്പൈ ചെയ്യുന്നത് അതിൽ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടോ അതിന്റെ 2/3 പാർട്ടിലാണ് എ ആറ്റംസ് ഒക്കുപ്പൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഒരു കോമ്പൗണ്ടിന്റെ ഫോർമുലയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്ര ഫ്രാക്ഷനിലാണ് അവിടുത്തെ വോയിഡ്സ് ഒക്കുപ്പൈ ചെയ്യുന്നതെന്ന് ആ ഫോർമുലയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ബി എലമെന്റ്സ് ചേർന്നുണ്ടാക്കുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് എഴുതണം. നമുക്കറിയാം ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ നമ്പറും ഒരു ലാറ്റിസിനകത്തിലെ ക്ലോസ് പാക്ഡ് സ്പിയേഴ്സിന്റെ നമ്പറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. എത്ര ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ് അല്ലെ ക്ലോസ് പാക്ഡ് പാർട്ടിക്കിൾ ഉണ്ടോ അതിന്റെ ഡബിൾ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ നമ്പർ. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് is equal to 2n എന്ന് നമുക്കറിയാം അല്ലെ. യെസ്, അപ്പൊ ഇതിനകത്തില് എന്താ ആ ടെട്രാഹെഡ്രൽ അപ്പം നമ്മുടെ ലാറ്റിസ് ഫോം ചെയ്തിരിക്കുന്നത് ബി ആണ്. അപ്പൊ ബിക്കകത്തിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ അതിന്റെ ഇരട്ടി ഉണ്ടാവും അവിടുത്തെ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2n എന്ന് കൊടുത്തത്. ഇനിയും ഇതിനകത്തിലെ ഈ വോയിഡ്സ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഫ്രാക്ഷൻ ഏതാണ്? 2/3 ആണ്. അപ്പൊ 2/3 വോയിഡ്സിൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ആരാണ്? എ ആറ്റം ആണ് വോയിഡ്സിനകത്തിലെ 2/3 പോർഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? കവർ ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ നമ്മുടെ എയും ബിയും ചേർന്നുണ്ടാക്കുന്ന റേഷ്യോ എങ്ങനെ പറയും? യെസ്, നമ്മൾ പറഞ്ഞു 2/3 പോർഷനിലാണ് എ ഒക്കുപ്പൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പാർട്ടിക്കിളിന്റെ നമ്പർ 2/3 ആണല്ലോ. യെസ്, ഓക്കെ. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് 2n ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മുടെ n എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പൊ ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എയുടെ നമ്പർ കിട്ടി 2 × 2/3 ഈസ് 2. ഇനി എന്താണ്? ബി അല്ലെ. അപ്പൊ പാർട്ടിക്കിൾ ലാറ്റിസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ബി ആണ്. അപ്പൊ ഈസ് ടു 1. ഓക്കെ, അതിന്റെ ഫ്രാക്ഷൻ ഒന്നും നമ്മൾ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ 1 ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 4/3 ഈസ് ടു 1 എന്നുള്ള രീതിയിൽ നമുക്ക് റേഷ്യോ കിട്ടി. അപ്പൊ ഇതിനെ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആക്കാൻ വേണ്ടി ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടിടത്ത് മൾട്ടിപ്ലൈ ആണ് അല്ലെ. 4/3 × 3 ഈസ് ടു 1 × 3. അപ്പൊ എങ്ങനെ വരും? ഇവിടുത്തെ 3യും 3യും ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി 4:3 എന്ന് നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ കിട്ടും ആണല്ലോ. ഓക്കെ, ഇനി ആ റേഷ്യോ നമുക്ക് കൊടുക്കാം. യെസ്, 4:4 ആരുടെയാണ്? എ ആണ്. ദെൻ 3 ആരുടെയാണ്? ബി ആണ്. Therefore നമ്മൾ എന്ത് പറയാം? Therefore the formula of the compound അല്ലെ, formula of the compound formed is എന്ത് വരും? A4B3 എന്ന് വന്നു. മനസ്സിലായോ? A4B3. അപ്പൊ എങ്ങനെയാണ് ഇത് കിട്ടിയത്? നമ്മൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചു നോക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ലാറ്റിസ് ഫോം ചെയ്തിരിക്കുന്നത് ബി ആണ്. ഓക്കെ, ബിയിലെ ആറ്റംസ് ആണ് ലാറ്റിസ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. അതിനകത്തില് എന്താണ് എത്ര ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടോ അതിന്റെ 2/3 പോർഷൻ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് എ ആണെന്ന് മനസ്സിലായി. ഓക്കെ, യെസ്. അപ്പൊ നമുക്കറിയാം ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആണെങ്കിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ അതിന്റെ ഇരട്ടി ആയിരിക്കും. അപ്പൊ 2/3 ഉണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും. അതാണ് 2 × 2/3 എന്ന് നമ്മൾ കൊടുത്തത്. അവിടെ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് എ ആയതുകൊണ്ടാണ് എയിൽ നമ്മൾ 2 × 2/3 എന്ന് കൊടുത്തത്. ബി ആണ് ലാറ്റിസ് ഫോം ചെയ്തത്, അതിന് പ്രത്യേകിച്ച് ഫ്രാക്ഷൻ ഒന്നുമില്ല, ദാറ്റ് ഈസ് 1. അങ്ങനെ പിന്നെ അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതി നമുക്ക് കിട്ടി A4B3 എന്ന ഫോർമുല. അപ്പൊ ഈ രീതിയിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ വോയിഡ്സിന്റെ നമ്പർ വെച്ചിട്ട് കോമ്പൗണ്ട്സിന്റെ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അത് ചെയ്ത് നോക്കുമ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? സോളിഡ് സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ തുടങ്ങി. അതിൽ എന്താണ് ഫസ്റ്റ് മെയിൻ 2 കാറ്റഗറീസ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അമോർഫസ് സോളിഡ്സും ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്സും പറഞ്ഞു. അതിന്റെ എന്താണ് പെക്യുലാരിറ്റീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്: മെറ്റാലിക് സോളിഡ്സ്, കോവലന്റ് സോളിഡ്സ്, അയണിക് സോളിഡ്സ്, അതുപോലെ മോളിക്കുലാർ സോളിഡ്സ് അല്ലെ. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. മോളിക്കുലാർ സോളിഡ്സിൽ തന്നെ പോളാർ, നോൺ പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ് എന്നീ ഫർദർ ക്ലാസിഫിക്കേഷൻ നടത്തി. അവയുടെ പെക്യുലാരിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് വന്നു?
ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിനകത്തിലേക്ക് വന്നു അല്ലേ. ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സിലേക്ക് വന്നപ്പോൾ എന്താണ്, പല ടൈപ്പ് ക്ലോസ് പാക്കിംഗ് നമ്മൾ പഠിച്ചു. 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്, 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്, 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് പഠിച്ചു. അതിനകത്തിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് സ്ട്രക്ചർ, HCP സ്ട്രക്ചർ, CCP സ്ട്രക്ചർ, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇങ്ങനെ പഠിച്ചു. ഇനി അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്താണ് ക്ലോസ് പാക്കിംഗ് ഒക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് വന്നത് അല്ലേ. അപ്പൊ എന്താണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ്, എന്താണ് യൂണിറ്റ് സെല്ല് അല്ലെ, അതിന്റെ പാരാമീറ്റേഴ്സ്, അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വന്നു. മെയിൻ ആയിട്ട് നമ്മൾ 2 ടൈപ്സ് ആയിട്ട് യൂണിറ്റ് സെല്ലിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പ്രിമിറ്റീവ് ഓർ സിമ്പിൾ യൂണിറ്റ് സെൽ ആൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ദെൻ എന്താണ് സെന്റേർഡ് യൂണിറ്റ് സെൽ ഈസ് broadly classified into body centered unit cell, face centered unit cell and end centered unit cell അല്ലേ. എന്നിട്ട് ഓരോന്നിലെയും പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വരച്ചു തന്നെ പറഞ്ഞു. ദെൻ അതിനുശേഷം നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഈച്ച് യൂണിറ്റ് സെൽ അല്ലേ. ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡിൽ, സിമ്പിൾ യൂണിറ്റ് സെല്ലിലൊക്കെ എത്ര ആറ്റംസ് വീതം ഉണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു അല്ലേ. പിന്നെ ഈ ലാസ്റ്റ് വോയിഡ്സും കാര്യങ്ങളും പഠിച്ച് അതിൻ്റെ ഫോർമുല കണ്ടെത്താനും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടോട്ടലി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും നോക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ടെക്സ്റ്റും കൂടി നോക്കി പ്രോബ്ലംസ് ഈ ഒരു ഇതുപോലത്തെ റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി, അതേപോലെ തന്നെ ഇംപെർഫെക്ഷൻസ് ഓഫ് സോളിഡ്സും പിന്നെ ഡെൻസിറ്റി ഓഫ് സോളിഡ് കണ്ടുപിടിക്കാനും മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ hope you enjoyed this video. Thank you.